ഡെമോൺസ്ട്രേറ്റർ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ വരുന്ന ഒരു ടോപ്പിക്കായ സ്മാർട്ട് ഡിവൈസ് പ്രോഗ്രാമിംഗ് ഇന്ന് നോക്കാം. ഡിപ്ലോമ തേർഡ് ഇയറിൽ വരുന്ന ഒരു ലാബാണ് സ്മാർട്ട് ഡിവൈസ് പ്രോഗ്രാമിംഗ് ലാബ്. ആൻഡ്രോയിഡ് സ്റ്റുഡിയോ യൂസ് ചെയ്തിട്ട് മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള പ്രാക്ടീസാണ് ഈ ലാബിൽ ഉദ്ദേശിക്കുന്നത്. ആൻഡ്രോയിഡ് ഒരു ലിനക്സ് ബേസ്ഡ് ആയിട്ടുള്ള ജാവ പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസിലുള്ള ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഫോർ മൊബൈൽ ഡിവൈസസ്. ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഗൂഗിളും മറ്റു കമ്പനീസും കൂടിയിട്ടാണ്. ഓപ്പൺ ഹാൻഡ്സെറ്റ് അലയൻസസ് OHA എന്നാണ് അറിയപ്പെടുന്നത്. നമുക്ക് ആൻഡ്രോയിഡിന് വേണ്ടിയിട്ടുള്ള അപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കിറ്റ് SDK അവൈലബിൾ ആണ്. ഈ SDK യൂസ് ചെയ്തിട്ട് നമുക്ക് അപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാനും കമ്പൈൽ ചെയ്യാനും അത് മൊബൈൽ പോലുള്ള ഡിവൈസസിൽ എമുലേറ്റേഴ്സ് അവൈലബിൾ ആണ്, അതിലത് റൺ ചെയ്യാനും പറ്റും. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന അപ്ലിക്കേഷൻസ് നമുക്ക് റിയൽ ആൻഡ്രോയിഡ് ഫോണിലല്ലാതെ എല്ലാ തരത്തിലുള്ള ഫോൺസിനുള്ള എമുലേറ്റേഴ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏത് സൈസിലുള്ള ഫോണാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അപ്ലിക്കേഷൻ എങ്ങനെ റൺ ചെയ്യണമെന്നുള്ളത് നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതിനു വേണ്ടി നമ്മൾ AVDs ക്രിയേറ്റ് ചെയ്യാറുണ്ട്, ആൻഡ്രോയിഡ് വെർച്വൽ ഡിവൈസസ്. ഇത് ആൻഡ്രോയിഡ് SDKയിൽ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിൽ അവൈലബിൾ ആണ്. ആൻഡ്രോയിഡിൻ്റെ ഏറ്റവും പുതിയ വേർഷൻ എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് 13 ആണ്. ആൻഡ്രോയിഡ് ലേറ്റസ്റ്റ് വേർഷൻ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള സ്റ്റെപ്സ് നോക്കാം നമുക്ക്. ആൻഡ്രോയിഡ് സ്റ്റുഡിയോയുടെ ഡെവലപ്പേഴ്സ് എന്ന് പറയുന്നത് ഗൂഗിളും ജെറ്റ് ബ്രെയിൻസും ആണ്. ലേറ്റസ്റ്റ് വേർഷൻ എന്ന് പറയുന്നത് ഫ്ലമിംഗോ ആണ്, 2022.2.1. ആൻഡ്രോയിഡ് സ്റ്റുഡിയോയ്ക്ക് സൈസ് വരുന്നത് 8.1 to 9.5 GB വരെ വരുന്നുണ്ട്. ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുൻപ് JDK 1.6 ഓർ ഹയർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. JDK 1.8 ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള സ്റ്റെപ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ജാവ ഇൻസ്റ്റലേഷൻ ആയോ എന്നുള്ളത് ചെക്ക് ചെയ്യാനായിട്ട് java-version എന്നുള്ള കമാൻഡ് യൂസ് ചെയ്താൽ മതി. ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള സ്റ്റെപ്സാണ് ഇവിടെ പറയുന്നത്. സെറ്റപ്പ് വിസാർഡ് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. സുഡോ കമാൻഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻസ്റ്റലേഷന് വേണ്ടിയിട്ടുള്ള കമാൻഡ്സ് എല്ലാം എക്സിക്യൂട്ട് ചെയ്തത്. സൂപ്പർ യൂസർ ഡു ആണ് സുഡോ. നമ്മൾ ഏതൊരു യൂസറിൽ നിന്നുകൊണ്ടും സൂപ്പർ യൂസറിൻ്റെ പ്രിവിലേജോടുകൂടി, അതായത് റൂട്ട് യൂസറിൻ്റെ പ്രോപ്പർ പെർമിഷനോടുകൂടി കമാൻഡ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സുഡോ യൂസ് ചെയ്യുന്നത്. വിൻഡോസിൽ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാണ് വേണ്ടത്. ആൻഡ്രോയിഡ് ഒരു ജാവ ബേസ്ഡ് പ്രോഗ്രാമിംഗ് ആയതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ JDK JRE ഇൻസ്റ്റാൾ ചെയ്യണം. ദെൻ നമുക്ക് വിൻഡോസിൽ അതൊരു പ്രോപ്പറായിട്ടുള്ള എൻവയോൺമെൻറ്റ് വേരിയബിൾസ് സെറ്റ് ചെയ്യണം. സെറ്റപ്പ് വിസാർഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് വിൻഡോസിൽ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്യാം. ആവശ്യമുള്ള ലൈബ്രറീസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് RAM കപ്പാസിറ്റി 2 GB ആൻഡ് മോർ ആവശ്യമാണ്. ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിൽ പുതിയൊരു പ്രൊജക്റ്റ് നമുക്ക് സിമ്പിളായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഡിഫോൾട്ടായിട്ടൊരു സ്റ്റാർട്ട് വിൻഡോ കാണിക്കുന്നതാണ്. ആ വിൻഡോയിൽ നിന്നും സ്റ്റാർട്ട് എ ന്യൂ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ പ്രോജക്റ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി. നെക്സ്റ്റ് വരുന്ന വിൻഡോയിൽ നമ്മൾ ആപ്ലിക്കേഷൻ നെയിം, കമ്പനി ഡൊമൈൻ, പ്രോജക്റ്റ് ലൊക്കേഷൻ, പാക്കേജ് നെയിം എന്നിവ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. ആപ്ലിക്കേഷൻ നെയിം വിത്തൗട്ട് സ്പേസ് ക്യാപിറ്റലൈസ്ഡ് ലെറ്റർ ഫോർമാറ്റിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. കമ്പനി ഡൊമൈൻ നമ്മൾ സാധാരണയായി .comലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഡൊമൈനിലോ സ്പെസിഫൈ ചെയ്യുക. പാക്കേജ് നെയിം ഓട്ടോമാറ്റിക്കലി ഫില്ലാവുന്നതാണ്. നമ്മൾ കൊടുത്ത കമ്പനി നെയിമിൻ്റെ റിവേഴ്സ് നൊട്ടേഷൻ ആയിരിക്കും. നമ്മൾ കമ്പനി ഡൊമൈൻ കൊടുത്തിരിക്കുന്നത് newtutorialslab.com എന്നാണെങ്കിൽ പാക്കേജ് നെയിം അതിൻ്റെ റിവേഴ്സ് നൊട്ടേഷനിൽ com.newtutorialslab അങ്ങനെ വരും. നെക്സ്റ്റ് വിൻഡോയിൽ നമ്മൾ റൺ ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റ് മിനിമം ഏത് APIയിൽ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് കൊടുക്കണം. നെക്സ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതാണ് ആക്ടിവിറ്റി. ജാവ ക്ലാസ്സസും XML ഫയൽസും ഉള്ള കുറച്ച് ഡിഫോൾട്ടായിട്ടുള്ള ആക്ടിവിറ്റീസ് നമുക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരു ന്യൂ പ്രോജക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ബ്ലാങ്ക് ആക്ടിവിറ്റി സെലക്ട് ചെയ്താൽ മതി. ദെൻ ആക്ടിവിറ്റി നെയിം, ലേഔട്ട് നെയിം, ടൈറ്റിൽ, മെനു റിസോഴ്സ് നെയിം ഇതെല്ലാം എൻ്റർ ചെയ്തതിന് ശേഷം നമുക്ക് ഫിനിഷ് ചെയ്യാം. ഡിഫോൾട്ടായിട്ട് വരുന്ന ആക്ടിവിറ്റി നെയിം മെയിൻ ആക്ടിവിറ്റിയാണ്. ലേഔട്ട് നെയിം ആണെങ്കിൽ activity_main ആണ്. ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ തന്നെയാണ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിൽ. ഡിഫോൾട്ടായിട്ട് വരുന്ന ആക്ടിവിറ്റി നെയിം എല്ലാം നോട്ട് ചെയ്ത് വയ്ക്കുക. ഫയൽ മെനുവിൽ നമ്മൾ ഏതൊരു ആപ്ലിക്കേഷനിലും കാണപ്പെടുന്ന പോലെ ന്യൂ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്, ഇമ്പോർട്ട് ചെയ്യാനായിട്ട് ഇമ്പോർട്ട് സാമ്പിൾ, ഓപ്പൺ ചെയ്യാം, റീഓപ്പൺ പ്രോജക്റ്റ്, ക്ലോസ് പ്രോജക്റ്റ്. ആൻഡ്രോയിഡിൽ വരുന്ന മെയിൻ കമ്പോണൻസ് ആണ് ആക്ടിവിറ്റീസ്, വ്യൂസ്, ഇൻഡൻസ്, സർവീസസ്, കണ്ടന്റ് പ്രൊവൈഡേഴ്സ്, ഫ്രാഗ്മെൻറ്റ്സ് ആൻഡ് ആൻഡ്രോയിഡ് മാനിഫെസ്റ്റ്.xml. ഇതിനെക്കുറിച്ച് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ആൻഡ്രോയിഡിൻ്റെ മെയിൻ കമ്പോണൻസ്.
ആക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു ക്ലാസ്സാണ്. അതായത് ഒരു സിംഗിൾ സ്ക്രീൻ, നമ്മൾ മൊബൈൽ ആപ്പിൽ ഓരോ പേജ് അല്ലെങ്കിൽ ഓരോ സ്ക്രീനാണ് ആക്ടിവിറ്റി. വ്യൂ എന്ന് പറയുന്നത് നമ്മുടെ സ്ക്രീനിൽ നമ്മൾ കാണുന്ന എലമെൻറ്റ്സ് ആണ്. അത് ബട്ടൺസ്, ലേബിൾസ്, ടെക്സ്റ്റ് എന്തും ആവാം. ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ കമ്പോണൻസിനെ ഇൻവോക്ക് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമ്മളൊരു സർവീസ് സ്റ്റാർട്ട് ചെയ്യാൻ, ഒരു ആക്ടിവിറ്റി ലോഞ്ച് ചെയ്യാൻ, ഒരു പേജ് ലോഡ് ചെയ്യാനായിട്ട്, ഇങ്ങനെയുള്ള ആക്ഷൻസിനെല്ലാം നമ്മൾ ഇൻറ്റൻറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്ലിക്കേഷൻസിന് ഡാറ്റ ഷെയർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് കണ്ടൻറ്റ് പ്രൊവൈഡേഴ്സ്. ഫ്രാഗ്മെൻറ്റ്സ് ആക്ടിവിറ്റിയുടെ പാർട്ട് തന്നെയാണ്. ഒരു ആക്ടിവിറ്റിയിൽ തന്നെ നമുക്ക് ഒന്നിൽ കൂടുതൽ ഫ്രാഗ്മെൻറ്റ്സ് സ്ക്രീനിൽ സെയിം ടൈം ഡിസ്പ്ലേ ചെയ്യാനായിട്ട് പറ്റും. ഓരോന്നും നമുക്ക് എക്സാമ്പിൾസ് ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ആൻഡ്രോയിഡ് manifest.xml എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫയലാണ്. ഈ ഫയലിലാണ് നമുക്ക് ഏതൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ട്, അതിൻ്റെ ഇൻഫർമേഷൻസ്, എന്തൊക്കെ പെർമിഷൻസ് ആണ് നമ്മൾ ഈ മൊബൈൽ ആപ്പിന് കൊടുക്കുന്നത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം വരുന്നത് ഇതിലാണ്. ആൻഡ്രോയിഡ് വെർച്വൽ ഡിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിയൽ മൊബൈൽ അല്ലെങ്കിൽ ടാബ്ലറ്റ് USB കൂടെ കണക്ട് ചെയ്യാതെ തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ നമുക്ക് എമുലേറ്റർ വഴി ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. വെർച്വൽ ഡിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലതരത്തിലുള്ള ഫോണുകൾ നമുക്കുണ്ടാവും, പല കോൺഫിഗറേഷനിലുള്ള. അങ്ങനെയുള്ള ഫോണുകളിൽ എല്ലാം റിയൽ അത്രയും ഫോണുകൾ കൊണ്ടൊന്ന് കണക്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്യാതെ അങ്ങനെയുള്ള ഡിവൈസസ്, ഏതൊക്കെ കോൺഫിഗറേഷനിലുള്ള ഡിവൈസും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഈ വെർച്വൽ ഡിവൈസസ് വഴി. ആൻഡ്രോയിഡ് എമുലേറ്ററിൽ നമുക്ക് ഏത് ഡിവൈസ് വേണമെങ്കിലും റൺ ചെയ്യാം. അതിനുള്ള ഡിവൈസസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് AVD മാനേജർ എന്ന ടൂൾ യൂസ് ചെയ്തിട്ടാണ്. ടൂൾസിൽ ആൻഡ്രോയിഡിൽ AVD മാനേജറാണ് മെനു. അല്ലെങ്കിൽ ടൂൾ ബാറിൽ നിന്ന് AVD മാനേജർ ഐക്കൺ ക്ലിക്ക് ചെയ്താലും മതി. അല്ലെങ്കിൽ നമുക്ക് കമാൻഡ് ലൈനായിട്ട് AVD മാനേജറിനെ കോൾ ചെയ്യാം. അതിനുള്ള കമാൻഡ് ആൻഡ്രോയിഡ് സ്പേസ് AVD. ടൂൾസ് ബാർ ഡയറക്ടറിയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. ഈ വിൻഡോയിൽ എക്സിസ്റ്റിംഗ് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഡിവൈസസ് ഡിസ്പ്ലേ ചെയ്യും. നമുക്ക് പുതിയൊരു ഡിവൈസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ക്രിയേറ്റ് വെർച്വൽ ഡിവൈസ് എന്ന് പറയുന്ന ബട്ടൺ ഈ വിൻഡോയിൽ ക്ലിക്ക് ചെയ്യണം. ദെൻ നമുക്ക് സെലക്ട് ഹാർഡ്വെയർ എന്ന് പറയുന്ന ഒരു വിൻഡോ കിട്ടും. ഇതിൽ നിന്നും കാറ്റഗറി വൈസ് നമുക്ക് ഫോൺ, ടാബ്ലറ്റ്, വെയർ, TV അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. ഏത് ഡിവൈസ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഓപ്ഷൻസ് അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് ഹാർഡ്വെയർ പ്രൊഫൈൽ ഇമ്പോർട്ട് ചെയ്യുകയും ചെയ്യാം. ആൻഡ്രോയിഡിൻ്റെ പുതിയ വേർഷൻസിൽ സിസ്റ്റം ഇമേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ആൻഡ്രോയിഡിൻ്റെ ഏത് വേർഷൻ അല്ലെങ്കിൽ ഏത് API ലെവൽ യൂസ് ചെയ്യണം എന്നുള്ളത്. ആൻഡ്രോയിഡ് 9 Pie വേർഷൻ വരുന്നത് API ലെവൽ 28 ആണ്. ആവശ്യമുള്ള സിസ്റ്റം സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ദെൻ വെരിഫൈ കോൺഫിഗറേഷൻ സെറ്റിംഗ്സ് ആണ്. ഡിവൈസിന് നമുക്കൊരു നെയിം കൊടുക്കാം. ഓറിയൻറ്റേഷൻ സെലക്ട് ചെയ്യുന്ന എവിടെയാണ്, പോർട്രേറ്റ് ആണോ ലാൻഡ്സ്കേപ്പ് ആണോ എന്നുള്ളതെല്ലാം. ദെൻ ഫിനിഷ് ബട്ടൺ. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡിവൈസ് നമുക്ക് എമുലേറ്ററിൽ റൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലോഞ്ച് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി, ഗ്രീൻ കളറിൽ. നമ്മുടെ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് ഒരു ഡിവൈസ് ആ ലിസ്റ്റിൽ ഇല്ലെങ്കിൽ നമുക്കത് ക്ലോൺ ചെയ്തെടുക്കാം. ക്രിയേറ്റ് വെർച്വൽ ഡിവൈസിൽ ക്ലോൺ ഡിവൈസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ദെൻ ന്യൂ ഹാർഡ്വെയർ പ്രൊഫൈൽ. ആവശ്യമുള്ള കോൺഫിഗറേഷൻസ് സൈസിലും ഓപ്ഷൻസിലും എല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം ഫിനിഷ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. നമ്മൾ ന്യൂ AVD ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഹാർഡ്വെയർ ഓപ്ഷൻസിൽ. ഇത്രയുമാണ് ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. കേരള PSC computerscience.in എന്ന സൈറ്റിൽ ഇതിൻ്റെ ലാബ് മാനുവൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആയിരിക്കും.